അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ തനി സ്വരൂപം പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ ജിൻഡപ്പൻ. നമ്മുടെ ജാസ്മിനും ഗബ്രിയും ജയിലിൽ കിടന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ജിൻഡോനെ കുറ്റം പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജിൻഡോ കേട്ടിട്ടുണ്ട്. ഇവരുടെ വിചാരം ജിൻഡോ അത് കേട്ടിട്ടില്ല. അപ്പോൾ ഇവരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഗബ്രി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതവിടെ എവിടെയോ കിടന്ന് ഉറങ്ങുകയാണ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രദ്ധിച്ചാണ് ഇവർ ജിൻഡോനെ കുറ്റം പറയുന്നത്. പക്ഷേ നമ്മുടെ ജിൻഡോ ഉറക്കം നടിച്ച് അവിടെ കിടന്ന് ജിൻഡോ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കുറ്റം പറഞ്ഞത് താനന്ന് കേട്ടിരുന്നു എന്ന് ജിൻഡോ ഒന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജിൻഡോ പറഞ്ഞൊരു കാര്യം, ഗബ്രി ഔട്ടാവാൻ കാരണം ജാസ്മിനാണ്. ഗബ്രി തന്നെ കളിച്ചിരുന്നുവെങ്കിൽ അവൻ ഫൈനൽ വരെ നിൽക്കേണ്ട ആളായിരുന്നു, അവൻ നല്ല ഗെയിമറാണ് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ജാസ്മിൻ നല്ലോണം തിരിച്ചടിക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിൽ ജാസ്മിനെ സമ്മതിക്കണം. ജാസ്മിൻ ആര് വന്നാലും സംസാരിച്ച് നിൽക്കാനുള്ളൊരു കഴിവുണ്ട്. പക്ഷെ കേട്ടോണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവൾ വാ തുറന്നു കഴിഞ്ഞാൽ പറയുന്നത് അതുപോലത്തെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പറഞ്ഞു കളയും. അങ്ങനത്തെ ഒരു സംസാരമാണ് ജാസ്മിൻ്റെ. അവിടെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നവരുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നോറ മിക്കപ്പോഴും വലിയ ഒച്ചയെടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷേ നോറയുടെ വായിൽ നിന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു സംസാരം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ജാസ്മിൻ വാ തുറന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പുച്ഛിച്ച് എന്താ പറയുക, ഒന്നും അല്ലാതാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ജാസ്മിൻ്റെ. നോറ മാത്രമല്ല, ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെ ഒരു ഇതാക്കുന്ന രീതിയിൽ ആരും സംസാരിക്കാറില്ല. ജിൻഡോയും തിരിച്ചെന്തൊക്കെയോ പറയുന്നത്. പക്ഷേ ജിൻഡോ ആകെ നീ എന്നൊരു വാക്ക് മാത്രമേ ജിൻഡോ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ജാസ്മിൻ വായി തോന്നുന്നതൊക്കെ ജിൻഡോയെ വിളിക്കുന്നുണ്ട്. എന്താ കളിയാക്കുന്നവർ, നീ പണയടാ, നീ എന്താണെന്ന് വെച്ചാൽ പണയടാ, നീ എൻ്റെ മുഖത്ത് നോക്കി പണയടാ, നീ എന്ത് പണയുന്നതാണ് എന്നൊക്കെ നമ്മൾ എന്താ പറയുക, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ജാസ്മിൻ്റെ. നോറ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്വിച്ച് ഇട്ട പോലെയാണ് ജാസ്മിന് ഇമോഷൻസ് മാറി മാറി വരുന്നതെന്ന്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ജാസ്മിൻ കുറച്ച് ഓവറാണ്. നല്ല ഗെയിമറൊക്കെയാണ്, പക്ഷേ ഇതുപോലുള്ള സംസാരം ജാസ്മിൻ്റെ ഗെയിമിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ബ്രില്യൻ്റായ ഗെയിമറാണെങ്കിൽ ഇതുപോലെ ഒരിക്കലും സംസാരിച്ച് വില കളയില്ല.